മുന്നിൽ പോകുന്ന പുരുഷനോട് പുറകിൽ നിൽക്കുന്ന സ്ത്രീയെ ഏത് ബ്രാൻഡ് കുപ്പിയാണ് മേടിക്കേണ്ടതെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മധ്യപ്രദേശിലെ ഉജ്ജയിനിലെ കാലഭൈരവ ക്ഷേത്രത്തിൽ മദ്യം നേദിക്കാറുണ്ട്. നമ്മൾ കേരളത്തിലും പല ക്ഷേത്രങ്ങളിലുമൊക്കെ മദ്യം നേദിക്കാറുണ്ടെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഓപ്പണായിട്ട് ക്ഷേത്ര പരിസരത്ത് മദ്യം വിൽക്കുന്ന ഒരു സംഭവം നമ്മൾ കേരളത്തിലൊന്നും കണ്ടിട്ടില്ല. ഭാരതത്തിൽ കുംഭമേള നടക്കുന്ന 4 സ്ഥലങ്ങളിൽ ഒന്നായിട്ടുള്ള മധ്യപ്രദേശിലെ ഉജ്ജയിനിലെ രാംഘാട്ടിലെ പൂർണ്ണമായിട്ടുള്ള കാഴ്ചകൾ, ശ്രീകൃഷ്ണനും ബലരാമനും കുചേലനും ഒക്കെ ഗുരുകുല വിദ്യാഭ്യാസം നടത്തിയ സന്ദീപിനി ആശ്രമം, കാളിദാസന് ഭദ്രകാളി ദർശനം നൽകുകയും അനുഗ്രഹം നൽകുകയും അദ്ദേഹത്തിന് വിദ്യയൊക്കെ പ്രദാനം ചെയ്യുകയും ചെയ്ത ഉജ്ജയിനിയിലെ പ്രസിദ്ധമായിട്ടുള്ള ഗതകാളിക ക്ഷേത്രം, ചൊവ്വാദോഷ നിവാരണ പൂജകൾക്കൊക്കെ പ്രസിദ്ധമായിട്ടുള്ള ഉജ്ജയിനിലെ മംഗളനാഥ ക്ഷേത്രം, അതുപോലെ തന്നെ പൗരാണിക നഗരമായ അവന്തികയിലൂടെ ഇപ്പോഴും മധ്യപ്രദേശിലെ ഉജ്ജയിനിലൂടെ ഉള്ള ഒരു തീർത്ഥയാത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോയിൽ അവന്തികയിലെ അല്ലെങ്കിൽ ഉജ്ജയിനിയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളും പ്രധാനപ്പെട്ട പുണ്യസ്ഥലങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഉജ്ജയിനിലെ എൻ്റെ 2ാമത്തെ ദിവസമാണ്. കഴിഞ്ഞ ദിവസം 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളൊന്നായിട്ടുള്ള മഹാകാലേശ്വര ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞു. തീരെ തിരക്ക് കുറവായിരുന്നു. ചൂടൊക്കെ ആയതുകൊണ്ട് തീരെ തിരക്ക് കുറവാണ്. ക്യൂവിന് നിൽക്കേണ്ടി വന്നില്ല. ഇന്നിപ്പോഴേ ഒരു ഈ റിക്ഷയ്ക്ക് മുഴുവൻ ഉജ്ജയിനിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം കാണിക്കാമെന്ന് പറഞ്ഞൊരു ഓട്ടോയിൽ കയറിയിരിക്കുകയാണ്. നമ്മൾ ആദ്യമായിട്ട് എത്തിയിരിക്കുന്നത് ഉജ്ജയിനിലെ പ്രസിദ്ധമായിട്ടുള്ള ശ്രീരാം ഘാട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെയാണ് 12 വർഷത്തിലൊരിക്കൽ കുംഭമേള നടക്കുന്നത്. ഭാരതത്തിൽ 4 സ്ഥലങ്ങളിലാണ് കുംഭമേള നടക്കുന്നത്. 12 വർഷങ്ങൾ ഇടവിട്ടിട്ടാണ് ഈ കുംഭമേള ഓരോ സ്ഥലങ്ങളിലായിട്ട് നടക്കുന്നത്. ഹരിദ്വാർ, പ്രയാഗ്രാജ്, നാസിക്, അതുപോലെ ഉജ്ജയിൻ. നാസിക്കിലെ വീഡിയോ നമ്മൾ കുറച്ച് മുമ്പ് നാസിക്കിലെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ക്ഷിപ്ര നദിയുടെ തീരമാണ്. ഇവിടെ ഈ പ്രത്യേക സ്ഥലത്ത് അറിയപ്പെടുന്നത് രാംഘാട്ട്, ശ്രീരാം ഘാട്ട് എന്നാണ് അറിയപ്പെടുന്നത്. ഇതുപോലെ തന്നെയായിരുന്നു നമ്മൾ നാസിക്കിലെ സ്ഥലം അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. നാസിക്കിലെ ഗോദാവരി നദിയുടെ തീരത്തുള്ള സ്ഥലം അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അവിടെയും ശ്രീരാം ഘാട്ട് എന്നായിരുന്നു അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഇതും ശ്രീരാം ഘാട്ട് എന്നാണ് അറിയപ്പെടുന്നത്. ഏകദേശം നാസിക് പോലെയൊക്കെ തന്നെ നാസിക്കിനോട് ഒത്തിരി സിമിലാരിറ്റി ഉണ്ട് ഈ സ്ഥലത്തിന്. കടവുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരുപോലെ, ഒറ്റയടിക്ക് നോക്കിക്കഴിഞ്ഞാൽ നാസിക്ക് പോലെ തന്നെയാണ് നമുക്ക് തോന്നുന്നത്. കുംഭമേള നടക്കുന്ന സമയത്തൊക്കെ ലക്ഷക്കണക്കിന് ആൾക്കാർ എത്തുന്ന സ്ഥലമാണ് ഈ ഉജ്ജയിനിലെ ഈ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ശ്രീരാം ഘാട്ട് എന്ന് പറഞ്ഞ ഈ സ്ഥലമൊക്കെ. ആ സമയത്തൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ അടുത്ത പ്രദേശത്തോട്ട് പോലും എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്കുകളായിരിക്കും. പക്ഷേ ഇപ്പോഴും ഏപ്രിൽ മാസമാണ്, സാമാന്യം നല്ല രീതിയിൽ ചൂടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ തീർത്തും ആൾക്കാരില്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പൗരാണികമായിട്ടും ഐതിഹാസികമായിട്ടൊക്കെ അനേകം പ്രത്യേകതകളുള്ള ഉജ്ജയിനി ഭാരതത്തിലെ 7 പുണ്യനഗരങ്ങളിൽ ഒന്നുകൂടിയാണ്. ഹരിദ്വാറിലെയും കാശിയിലെയും ഒക്കെ പോലെ ഇവിടെയും ഈ ക്ഷിപ്ര നദിയുടെ തീരത്ത് മനോഹരമായിട്ടുള്ള സന്ധ്യ ആരതി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആരതിയുടെ ദൃശ്യങ്ങൾ ഞാൻ ഈ വീഡിയോയുടെ അവസാനം ചേർത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ എത്തിയിരിക്കുന്ന ഉജ്ജയിനിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള കാലഭൈരവ ക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്രത്തിന് എനിക്ക് ഏറ്റവും പ്രത്യേകതയായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ പൂജാ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടയോടൊപ്പം തന്നെ അനേകം മദ്യ ഷാപ്പുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഇവിടെ ഭഗവാന് മദ്യം നേദിക്കാറുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. പണ്ട് കാലത്ത് ഈ തന്ത്ര ആരാധനയുടെയൊക്കെ ഭാഗമായിട്ട് മദ്യം ഉപയോഗിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ പതിവ് ഇപ്പോഴും തുടർന്ന് പോരുന്നതാണെന്ന് തോന്നുന്നു. എന്തായാലും മദ്യം ഇങ്ങനെ ഓപ്പണായിട്ട് ഒരു കടയല്ല, അനേകം കടകൾ, നല്ല വിദേശ ബ്രാൻഡ് മദ്യങ്ങളാണ് ഇവിടെ വിൽക്കുന്നത്. അതാണ് നേദിക്കാൻ കൊണ്ടുപോവുകയും ചെയ്യുന്നത്. എന്തായാലും ഉജ്ജയിനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് കാലഭൈരവ ക്ഷേത്രം. ഇവിടെ സാമാന്യം തിരക്കുണ്ട്. സാമാന്യം വിലപ്പമുള്ള ഒരു ക്ഷേത്രമാണ്. കുറച്ച് നേരമൊക്കെ ക്യൂ നിന്ന്. ഇവിടെയും ക്യാമറയ്ക്കൊന്നും വിലക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെയും താന്ത്രികമായിട്ടുള്ള ചില പ്രത്യേക ആരാധനാക്രമങ്ങളൊക്കെ ഇപ്പോഴും പിന്തുടരുന്ന ഒരു ക്ഷേത്രമാണ് ഈ കാലഭൈരവ ക്ഷേത്രം എന്നാണ് അറിയാൻ സാധിച്ചത്. ഈ ക്ഷേത്രം വളരെ പുരാതനമായിട്ടുള്ള ക്ഷേത്രമാണ്. സ്കന്ദപുരാണത്തിലെ അവന്തികാഖണ്ഡ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അവിടെ ഈ ക്ഷേത്രത്തിനെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ടെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. അടുത്തതായിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത് മംഗളനാഥ ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ക്ഷേത്രത്തിലാണ്. മംഗൾനാഥ് മന്ദിർ എന്നാണ് അറിയപ്പെടുന്നത്. നമുക്കറിയാം, നമ്മുടെ ഈ പുരാണങ്ങളനുസരിച്ച് ഓരോ ഗ്രഹങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ഓരോ ദേവന്മാരുണ്ട്. അങ്ങനെ ചൊവ്വാഗ്രഹത്തിനെ പ്രതിനിധീകരിക്കുന്ന ദേവന്റെ ജന്മസ്ഥലമായിട്ടാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. മംഗൾനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം. ഇവിടെയും ക്യാമറയ്ക്കൊന്നും ഒരു വിലക്കുമില്ല. ശ്രീകോവിലിനകത്തെ ദൃശ്യങ്ങൾ എടുക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല. ചില സ്ഥലങ്ങളിൽ നമുക്ക് കോമ്പൗണ്ടിനകത്തോട്ട് പോലും ക്യാമറ കയറ്റാനായിട്ട് പറ്റുകയില്ല. ഇവിടെ ഇങ്ങനെ ക്ഷേത്രം ഇരിക്കുന്നത് മുകളിലത്തെ നിലയിലായിട്ടാണ്. താഴത്തെ നിലയിലായിട്ട് നമുക്കിവിടെ ഈ ചൊവ്വാദോഷ നിവാരണ പൂജകളാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. വിവാഹ തടസ്സങ്ങൾ, ഈ ചൊവ്വാദോഷം മൂലം വിവാഹ തടസ്സങ്ങളൊക്കെ ഉള്ള ആൾക്കാർ ഇവിടെ വന്ന് പൂജ ചെയ്യുന്നുണ്ടെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. അനേകം ആൾക്കാർ ഇവിടെ ഇരുന്നുകൊണ്ട് പൂജയിൽ പങ്കെടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വലിയൊരു യജ്ഞശാല പോലെ ഒരു സ്ഥലമാണിത്.
അടുത്തതായിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത് സന്ദീപനി ആശ്രമത്തിലാണ്. ഇവിടെ വെച്ചിട്ടാണ് ശ്രീകൃഷ്ണനും ബലരാമനും കുചേലനും ഒക്കെ ഗുരുകുല വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്നതെന്ന് നമുക്ക് ഭാഗവത കഥകളിലൊക്കെ നമുക്ക് കാണാം. 12 വർഷം ഇവരിവിടെ നിന്ന് ഗുരുകുല വിദ്യാഭ്യാസം നടത്തിയെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ സന്ദീപനി ആശ്രമത്തിൽ നമുക്ക് ഗോമതി കുണ്ട് എന്ന് പറഞ്ഞ ചെറിയൊരു കുളം, സാമാന്യം വലുപ്പമുള്ളൊരു കുളം കാണാനായിട്ട് പറ്റും. ഇത് പറയുന്നത് ഈ ശ്രീകൃഷ്ണ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ ഗുരുവായിട്ടുള്ള ഈ സന്ദീപനി മഹർഷിക്ക് വേണ്ടി നിർമ്മിച്ചെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ദിവ്യശക്തിയാൽ നിർമ്മിച്ചു കൊടുത്തതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ സന്ദീപനി മഹർഷിക്ക് കുളിക്കാനായിട്ട് ഒത്തിരി ദൂരം പോകേണ്ടത് വരുന്നതായിട്ട് കണ്ടപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ ഗോമതി നദിയെ അദ്ദേഹം ഇവിടെ കൊണ്ടുവന്നതായിട്ടാണ് കഥ. അങ്ങനെയാണ് ഇത് ഗോമതി കുണ്ടെന്ന് അറിയപ്പെടുന്നത്. ഈ സന്ദീപനി ആശ്രമത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇവിടെ ഒരു ഗ്യാലറി പോലെ ഒരു സംഭവമുണ്ട്. ഇവിടെ ഈ ശ്രീകൃഷ്ണനും ബലരാമനും ഒക്കെ ഇവിടെ വിവിധ കലകൾ പഠിച്ചതിൻ്റെ ഓരോ കലകൾ 64 കലകൾ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ചിത്രമാണ്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകുന്ന രീതിയിൽ ഓരോ ചിത്രങ്ങളും ഓരോ കലകളും ആ ചിത്രങ്ങൾ വരച്ചിട്ട് അതെന്തിനെക്കുറിച്ചുള്ളതാണെന്ന് വിശദമായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 64 ബോർഡുകളായിട്ട് ഇങ്ങനെ ചിത്രങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട്. നല്ല ചിത്രപ്പണി, നല്ല കാണാൻ ഭംഗിയുള്ള ചിത്രങ്ങളാണ്. ഓരോ കലകളും എന്താണെന്ന് അവിടെ ചെറുതായിട്ട് എഴുതിയും വെച്ചിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. അങ്ങനെ 64 കലകൾ ഇവിടെ സന്ദീപന മഹർഷിയുടെ അടുത്ത് നിന്ന് ശ്രീകൃഷ്ണനും ബലരാമനും ഒക്കെ പഠിച്ച 64 കലകൾ ഇവിടെ ഒരു ഗ്യാലറി പോലെ ഇവിടെ വെച്ചിട്ടുണ്ട്. അത് കണ്ട് മനസ്സിലാക്കാൻ നല്ല രസമുള്ളൊരു സംഗതിയാണ്. ഈ ഗുരുകുല വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു മനുഷ്യന് വേണ്ട സമ്പൂർണ്ണമായിട്ടുള്ള വിദ്യകൾ അവിടെ വെച്ച് പഠിപ്പിച്ചിരുന്നെന്നാണ് നമുക്ക് പുരാണങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇതിപ്പം 14 വിദ്യകൾ, മുമ്പ് നമ്മൾ കണ്ടത് 64 കലകൾ, ഇവിടെ 14 വിദ്യകൾ അഭ്യസിപ്പിച്ച സ്ഥലമായിട്ടാണ് പറയുന്നത്. ഇവിടെ ആ 14 വിദ്യകൾ എന്തെല്ലാമാണെന്ന് അതിൻ്റെയും ഒരു ചുവർച്ചിത്രം പോലെ മുകളിൽ ഇങ്ങനെ വരച്ചു വെച്ചിരിക്കുന്നത് കാണാം. നല്ല ഭംഗിയാണ്. ഇതും കാണാനായിട്ട് വളരെ ഭംഗിയുള്ള ഒരു മന്ദിരമാണ്. അടുത്തതായിട്ട് നമ്മൾ കാണുന്ന പ്രസിദ്ധമായിട്ടുള്ള ഒരു ഗണേശ ക്ഷേത്രമാണ്. സ്ഥിരമൻ ഗണേശ ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര്. ഇവിടെ ഗണേശ ഭഗവാന് നേദ്യമായിട്ട് സമർപ്പിക്കുന്നത് തേങ്ങായും ശർക്കരയും ആണെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. സ്ഥിരമൻ ഗണേശ ടെമ്പിൾ, സ്ഥിരമൻ എന്ന് പേര് വരുന്നത് എനിക്ക് തോന്നുന്നത് ഇത് ഒരു സമചിത്തത എല്ലാവർക്കും കൊടുക്കുന്ന ഒരു ഭഗവാൻ എന്നുള്ള നിലയിലായിരിക്കും. അറിയത്തില്ല, ഞാനിവിടെ ഇതിനെക്കുറിച്ച് ഹിസ്റ്ററിയൊന്നും ചോദിച്ചിട്ട് ആർക്കും വലിയ കാര്യമായിട്ടൊന്നും അറിയത്തില്ല. അപ്പം വേറൊരിടത്ത് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാവുന്ന ഉജ്ജയിനിലൊക്കെ ഇഷ്ടംപോലെ മലയാളികളൊക്കെ താമസിക്കുന്ന സ്ഥലമാണ്. ആരെങ്കിലും ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ കൊള്ളാം. അതുപോലെ ഇവിടെ നമുക്ക് ഈ ഗോദാനം ചെയ്യാനായിട്ട് പശുക്കൾക്കൊക്കെ ഇങ്ങനെ നമ്മൾ പൈസ കൊടുത്ത് ഇങ്ങനെ പുല്ലും സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുക്കാനായിട്ടുള്ള അവസരമുണ്ട് ഇവിടെ. ഇത് ഉജ്ജയിനിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കാളീക്ഷേത്രമാണ്. ഗഡ് കാളിക ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. ഇത് കാളിദാസൻ്റെ കഥകളുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രമാണ്. നമുക്കറിയാം, കാളിദാസൻ്റെ കഥകളിൽ കാളി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ കാളിദാസന് ദേവി പ്രത്യക്ഷപ്പെട്ട അനുഗ്രഹം കൊടുത്ത ക്ഷേത്രമായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. ഇവിടെ വെച്ചിട്ടാണ് ദേവി കാളിദാസൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിക്കുക, അദ്ദേഹത്തിന് പല വിദ്യകളൊക്കെ പ്രദാനം ചെയ്യുകയും ചെയ്തത്. അങ്ങനെയാണ് കാളിദാസന് ലോകം അറിയപ്പെടുന്ന കവിയായിട്ട് മാറുന്നത്. ആ ക്ഷേത്രമാണ് ഇത്, ഗഡ് കാളിക ക്ഷേത്രം. അങ്ങനെ നമ്മൾ ഉജ്ജയിനിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ വീണ്ടും ശ്രീരാം ഘാട്ടിൽ വന്നിരിക്കുകയാണ് ആരതി കാണുവാനായിട്ട്. സന്ധ്യയ്ക്ക് സൂര്യാസ്തമയത്തോടുകൂടി 6-6:45 കൂടിയിട്ടാണ് ആരതി നടക്കുന്നത്. ഇവിടെ കണ്ട തീരെ കുഞ്ഞുങ്ങൾ ഈ ആരതിക്കുള്ള പൂവൊക്കെ വിൽക്കാനായിട്ടിരിക്കുന്നത്. 5 രൂപയാണ്. തീരെ കുഞ്ഞുങ്ങൾ, ഇതിലും കുഞ്ഞുങ്ങൾ ഒക്കെ ഇരിക്കുന്നത് കാണാം പല സ്ഥലങ്ങളിൽ. ഇത് നമുക്ക് ഈ എല്ലാ സ്ഥലങ്ങളും ഇതുപോലെ പുണ്യസ്ഥലങ്ങളെല്ലാം കാണാവുന്ന ഒരു കാഴ്ചയാണ്. ആരതിയുടെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. ആരതിയുടെ സമയത്തും തീരെ ആൾ കുറവാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആരതി ഹരിദ്വാറിലെ ആരതിയാണ്. പല സ്ഥലങ്ങളിലെ ഗംഗാ ആരതികൾ കണ്ടിട്ടുണ്ടെങ്കിൽ, ഇതുപോലുള്ള ആരതികൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ആരതി ഹരിദ്വാറിലെ ആരതിയാണ്. ആരതിയുടെ ചടങ്ങുകളൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. ഏകദേശം ഒരു 10-15 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ഫംഗ്ഷനാണ് ആരതി. അപ്പോൾ ആരതി കണ്ടവർക്ക് തുടർച്ചയായിട്ട് ആരതി മുന്നോട്ട് കാണാം. ആരതി പൂർണ്ണമായിട്ട് ഞാൻ ആരതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഉജ്ജയിനിലെ പല പുണ്യസ്ഥലങ്ങളിലൂടെയുള്ള കാഴ്ചകളും ക്ഷേത്രങ്ങളിലൂടെയൊക്കെ ഉള്ള കാഴ്ചകളുമായിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ആരതി തുടർന്ന് കാണേണ്ടവർക്ക് കാണാം. ഇതുവരെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആണ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരം വീഡിയോകളൊക്കെ ഇഷ്ടമുള്ളവരിലേക്ക് വീഡിയോകൾ എത്തിച്ചു കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ദയവായിട്ട് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ആരതി കാണേണ്ടവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ആരതി കാണാം.